ഇന്നൊരു അടിപൊളി വെണ്ടയ്ക്ക കറിയാണ്. വെരി ഈസിയാണ് ഉണ്ടാക്കാൻ. ഈ വെണ്ടയ്ക്ക കഴിക്കുന്നത് ഒത്തിരി നല്ലതാട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങിച്ച് ഉണ്ടാക്കാറുണ്ട്. ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിങ്ങനെ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, ഇതുപോലെ. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെണ്ടയ്ക്കയെല്ലാം ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ വെണ്ടയ്ക്ക ഇങ്ങനെ വാട്ടിയെടുത്താലാണ് അതിൻ്റെ ഞോളപ്പില്ലാതെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി വാട്ടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇത് ഈ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിടുവാണ്. ഇനി ഞാനിതിലേക്കുള്ള അരപ്പിനുള്ള തേങ്ങയെല്ലാം എടുത്ത് മിക്സിയുടെ ചെറിയ ബൗളിൽ നല്ലതായിട്ട് അരച്ച് കൊണ്ടുവരാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് തേങ്ങയിലേക്ക് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് അല്പം ഉപ്പും ഇട്ടതിന് ശേഷം കുറച്ച് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. തൈര് ഒഴിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വാടിയിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അത് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കടുക് വറുത്തിടണം. കുറച്ച് നേരം ഒന്ന് അടച്ച് അതൊന്ന് നല്ല രീതിയിൽ വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടി 5 മിനിറ്റ് അടച്ച് വെച്ച് ഒരല്പം വേണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. അപ്പം ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കടുക് വറുക്കാനുള്ളതൊക്കെ റെഡിയാക്കാം. ഈ സമയത്ത് ഒരല്പം 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ കടുക് വറുത്തിടുന്നത്. ഇനി കടുക് വറുക്കണം. അപ്പോൾ കടുക് വറുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കടുകും ഉലുവയും ഓരോ ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കും. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കടുക് വറുക്കാനുള്ളതെല്ലാം റെഡിയായി. നമ്മുടെ വെണ്ടയ്ക്ക കറിയിലേക്ക് ഈ കടുക് വറുക്കുന്നത് എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക കറി റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി പിന്നെ കാണാം.